ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അപഗ്രഥിക്കുമ്പോൾ കൺകെട്ട് വിദ്യകളും കൂടി പഠിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവൂ. അതുപോലെ അതായത് ആരാണ് എന്താണ് എന്നുള്ളത്. 56 ഇഞ്ച് നെഞ്ചളവുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. വിശ്വഗുരു. ലോകത്തിലെ ഏത് ഭരണാധികാരിയോട് എന്ത് പറഞ്ഞാലും ആ നിമിഷം ആ ഭരണാധികാരി തന്റെ ആജ്ഞകൾ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം വീമ്പിളക്കുന്നു. ഇപ്പം അദ്ദേഹത്തിന് വളരെ ഇഷ്ടക്കാരനായ ഒരാൾ നമ്മുടെ അമേരിക്കയിൽ ഭരണത്തിൽ വന്നിട്ടുണ്ട്. ആരാത്? ട്രംപ്. മൂപ്പർ എന്തൊക്കെ ചെയ്യാൻ പോകുന്ന നോക്കണം കേട്ടാ. എന്തും ചെയ്തു കളയും. ട്രംപിനെ കാണുമ്പോൾ നമ്മുടെ മോഡി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ്. സഹോദരിമാർക്കൊക്കെ അറിയോ ഡൊണാൾഡ് ട്രംപിനെ? TV കണ്ടിട്ടുണ്ട് അല്ലേ? മൂപ്പരുടെ പരിപാടി ആരംഭിക്കാൻ പോകുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഗ്രീൻലാൻഡ് കാനഡയും മൂപ്പർക്ക് വേണമെന്ന്. ഗ്രീൻലാൻഡ് കാനഡയും. ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്വതന്ത്ര ഭൂപ്രദേശമാണ്. കാനഡ എന്ന് പറയുന്നത് സ്വതന്ത്ര രാജ്യമാണ്. ഇത് രണ്ടു കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്ക മികച്ചതാകൂ എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് അദ്ദേഹം നമ്മുടെ 56 നെഞ്ചളവുള്ള ഭരണാധികാരി അവകാശപ്പെടും. ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂർ കത്തിത്തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു, വർഷം പിന്നിട്ടു. ഇന്നേ വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സംസ്ഥാനത്ത് കാലുകുത്തിയിട്ടില്ല. ഞാൻ പാർലമെന്റ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു നടന്റെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ വന്ന് അവിടുന്ന് ഹെലികോപ്റ്ററിൽ തൃശ്ശൂർ വന്ന് 1 ദിവസവും 2 ദിവസവും മുടക്കാൻ സമയമുണ്ടായി. ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഒരു സംസ്ഥാനം എങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല? നോക്കുക ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം. ഇടതുപക്ഷ പാർലമെന്റേറിയൻസിനെ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങളൊരു ചെറിയ സംഘം മണിപ്പൂരിൽ പോയിരുന്നു. സമാധാനത്തിലേക്ക്. ഒരുപക്ഷെ ഈ മണിപ്പൂരിന് നമ്മുടെ കേരളവുമായിട്ടൊരു വലിയ സാമ്യമുണ്ട്. ഞാനത് പറയാം. നമ്മൾ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ അഖണ്ഡത, ഐക്യമൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിനെ കുറിച്ചാണ് പലപ്പോഴും ഭരണാധികാരികൾ ഉഗ്രൻ ഘോഷയാത്രകൾ പോലുള്ള നെടുങ്കൻ പ്രസ്താവനകളിലും വഴിത്താരകളിലും അവർ അഭിരമിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളവുമായിട്ടുള്ള മണിപ്പൂരിന്റെ സാമ്യം എന്താണ്? കേരളത്തിലെ 3 വിഭാഗങ്ങൾ പ്രധാനമായിട്ടും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. ഇത് മതവിഭാഗങ്ങളാണെങ്കിൽ മണിപ്പൂരില് ഇതിന് സമാനമായിട്ടുള്ള 3 വംശങ്ങൾ. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ പെൻഷനേഴ്സ് യൂണിയന്റെ നേതാവല്ലേ ഇവിടെ ഇരിക്കണേ? കുക്കികൾ, മേത്തികൾ, നാഗകൾ. കണ്ടു ഇവരൊക്കെ എത്ര സ്റ്റഡീഡാണ് കരുണാൻ ഇതൊക്കെയാണ്. എത്രയോ വർഷമായിട്ട് മൂപ്പർ പെൻഷനേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സംഘടനയുടെ നേതൃത്വത്തിലുണ്ടാ ഉണ്ട്. ഇവിടെ നമ്മൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ പോലെ മേത്തികള്, കുക്കികള്, നാഗകള്. മണിപ്പൂരിൽ മുമ്പ് ഞാൻ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന 3 വിഭാഗക്കാർ. BJP അധികാരത്തിലേറി 5 വർഷം കൊണ്ട് ആ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ആരംഭിച്ചു. ഇന്ന് മേത്തികൾക്ക് മഹാഭൂരിപക്ഷമുള്ള ഇംഫാൽ താഴ്വരയിൽ ഒരു കുക്കിക്ക് പോലും കാലുകുത്താൻ കഴിയില്ല. ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരെ കുക്കി വിഭാഗത്തിൽ നിന്ന് ഇംഫാലിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ അവരുടെ പ്രതിനിധി സംഘത്തെ ഞങ്ങൾ ആ മലമടക്കുകളിൽ പോയപ്പോൾ കണ്ടു.
അവരെല്ലാം വിട്ടെറിഞ്ഞ് അവിടുന്ന് പലായനം ചെയ്തു. അതുപോലെ മലമുകളില് പ്രവർത്തിച്ചിരുന്ന, കൃഷി ചെയ്തിരുന്ന മേത്തി വിഭാഗക്കാർ മലയിറങ്ങി. ഞാൻ അവിടുത്തെ ഒരു MLA കഴിഞ്ഞ ദിവസം ഒരു കാര്യത്തിന് ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞു, ബ്രിട്ടാസെ, നിങ്ങൾ വന്നപ്പോഴുള്ള എല്ലാ ക്യാമ്പുകളും ഇപ്പോൾ അതുപോലെ തുടരുകയാണ്. അഭയാർത്ഥി ക്യാമ്പ് 60,000-ഓളം ജനങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിൽ, ഈ തകര പിന്നടിച്ച ക്യാമ്പുകളിൽ കഴിയുകയാണ്. വലിയ തണുപ്പാണ്. ഈ ക്യാമ്പുകളിലാണ് സ്ത്രീകൾ പ്രസവിക്കുന്നത്. ഒരു തുണിയുടെ മറവിലാണ് ഒരു കുടുംബം കഴിയുന്നത്. ഈ ഇന്ത്യ എന്ന് പറയുന്ന സാമ്രാജ്യ തുല്യമായ ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾക്ക് മിതമായ നിരക്കിലുള്ള ഒരു സുരക്ഷ പോലും പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം രാജ്യത്തില്ലാതാക്കിയത് ആരെയെന്നൊരു ചോദ്യമുണ്ട്.